ഇതിനിടയിൽ മന്ത്രി എം ലിജുവിന്റെ നേതൃത്വത്തിലാണ് അവിടെ പോകുന്നത്. അദ്ദേഹം കണക്റ്റഡ് ആണ് സാജു. മന്ത്രി എം ലിജുവിന്റെ നേതൃത്വത്തിൽ കേരള നേതാക്കൾ ഇപ്പോൾ ഗാന്ധി സ്മൃതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ലിജു നമുക്കൊപ്പം ചേരുന്നു. ലിജു, ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമാകുകയാണ് താങ്കളും താങ്കൾക്കൊപ്പം ഉള്ളവരും. എങ്ങനെയാണ് ഇപ്പോഴത്തെ പ്രക്ഷോഭത്തെ നിങ്ങൾ നോക്കിക്കാണുന്നത്? ഞാൻ കേരളത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ ഡൽഹിയിൽ എത്തിയതാണ്. അപ്പോഴാണ് ശ്രീ രാഹുൽജിയുടെ നേതൃത്വത്തിൽ അങ്ങോട്ട് നീങ്ങിയ ഗാന്ധി സ്മൃതിയിലേക്ക് നീങ്ങിയ സംഘത്തെ ബസ് തടഞ്ഞു എന്ന വിവരം ഞങ്ങൾ അറിഞ്ഞത്. ഞങ്ങളിപ്പോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നോടൊപ്പം ആറന്മുള MLA സേബിൻ വർക്കിയുണ്ട്. മറ്റ് ആളുകളും അവിടെ ജോയിൻ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥം ഇവിടെ ഈ പ്രക്ഷോഭത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഡൽഹിയിലാകമാനം ചെറുപ്പക്കാരുടെ വലിയ പ്രതിഷേധമാണ് കാണാൻ സാധിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ പ്രതീക്ഷയാവുന്ന ചെറുപ്പക്കാരുടെ ഭാവി തന്നെ തകർക്കുന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ ഈ വിഷയത്തിലുള്ള പ്രതികരണം. ഒട്ടും ഗൗരവം അവർ ഈ വിഷയത്തിന് കൊടുത്തില്ല. ചെറുപ്പക്കാർ ഇത്രയും കാലമായ ദിവസമായി സമരം ചെയ്തു. അതോടൊപ്പം തന്നെ 100-നടുത്ത് ആളുകൾ ആത്മാഹുതി ചെയ്യപ്പെടുന്ന, നിരവധി പേർ ജീവൻ നഷ്ടപ്പെട്ടു വരുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു. എന്നിട്ടും ഒട്ടും ജനാധിപത്യപരമായിട്ടല്ല ഇതിനോട് ഈ ഒരു സമരത്തോട് പ്രതികരിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടി രാഹുൽ ഗാന്ധിയെ കഴിഞ്ഞ ദിവസം ക്രൂരമായിട്ട് പോലീസിന്റെ നേതൃത്വത്തിൽ ആക്രമിച്ചു. നിരവധി MPമാരെ അറസ്റ്റ് ചെയ്തു. ഇന്ന് തുടങ്ങിയിരിക്കുന്ന പ്രക്ഷോഭം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജ്യത്ത് സമൂലമായ പരിവർത്തനം ഉണ്ടാകുന്നതുവരെ അതിശക്തമായ ദേശീയ പ്രക്ഷോഭം തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. എന്തായാലും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.